ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ബട്ടർ ബൺ വളരെ സോഫ്റ്റും യമ്മിയുമായിട്ട് ഉണ്ടാക്കാമെന്നാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ബണ്ണാണിത്. നമുക്കിത് വീട്ടിൽ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. എത്ര കുട്ടികൾ കഴിച്ചാലും ഒരു പ്രശ്നവും വരില്ല. പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ള ബണ്ണാണിത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അധികം സാധനങ്ങളൊന്നും വേണ്ട. നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് അവനൊന്നും ഇല്ലാതെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 1/3 കപ്പ് ചൂടുള്ള വെള്ളം, നേരിയ ചൂടുള്ള വെള്ളം ഒഴിക്കുക. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വരും. 10 മിനിറ്റിന് ശേഷം ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. ഇതിനകത്തേക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ ചേർക്കുന്നത്. അതിൽ പകുതി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും പകുതി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട്. ഇനി വെള്ളമൊന്നും ചേർക്കരുത്. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഞാൻ പറഞ്ഞത്. 1 കപ്പ് പൊടിക്ക് 1/3 കപ്പ് ചൂടുവെള്ളം. പിന്നെ ഇതിലേക്ക് 50 ഗ്രാം ബട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തേച്ച് കുഴക്കുക. നനയാത്ത പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തൂത്ത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ബട്ടർ ഇതിനകത്ത് നന്നായിട്ട് ചേരുവോളം ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് തേച്ച് കുഴക്കുക. അപ്പോൾ ഈ ബട്ടറൊക്കെ നന്നായിട്ട് പൊടിയുമായിട്ട് ചേരും. എന്നിട്ട് 1 മണിക്കൂർ ഇത് ഫെർമെൻറ്റേഷന് വയ്ക്കാം. 1 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കാം. മാവൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇത് പതുക്കെ ടച്ച് ചെയ്തതിൽ എയർ ബബിൾസൊക്കെ ഒന്ന് കളയാം. ഇത് വളരെ കുറച്ച് കൂടുതൽ സ്റ്റിക്കിയാണ് കേട്ടോ ഈ മാവ്. പക്ഷേ ബണ്ണ് നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയാൽ. ഇത് നന്നായിട്ടൊന്ന് വളരെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്കൊരു പരന്ന പാത്രത്തിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ ഇട്ടൊന്ന് വളരെ സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനൊരു പരന്ന പാത്രത്തിൽ കുറച്ച് മൈദ മാവ് തൂകിയിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് ഈ മാവ് എടുത്ത് വെച്ചിട്ട് പതുക്കെ നമുക്ക് കുഴച്ചെടുക്കാം. വളരെ സോഫ്റ്റായിട്ട് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഈ മാവ് 4 ഈക്വൽ പാർട്സായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. ഞാനൊരു 4 ബണ്ണിന് മാത്രമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വേണമെങ്കിൽ ഇത് 6 എണ്ണമൊക്കെ ആക്കാം. അപ്പോൾ വളരെ ചെറുതായി പോകും. ഇത് ഞാൻ സാധാരണ സ്റ്റാൻഡേർഡ് സൈസിലുള്ള ഒരു ബണ്ണാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 ആക്കിയാണ് ഞാനിത് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 4 ഈക്വൽ ഉരുളകളാക്കി മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് ഇത് സ്മൂത്ത് ചെയ്യാം. നന്നായിട്ട് സ്മൂത്തൻ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇത് ഉരുട്ടിയെടുക്കണം കേട്ടോ. കൂടുതൽ പ്രഷർ കൊടുക്കാതെ വളരെ സോഫ്റ്റായിട്ട് ഇത് ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു ടിന്നിലോട്ട് മാറ്റാം. നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ടിന്ന് ഏതാണോ അതിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാനിത് 4 എണ്ണവും നന്നായിട്ട് സ്മൂത്താക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ബട്ടറിട്ട ഒരു ബട്ടർ പേപ്പറാണ് ഞാനതിനുള്ളിൽ വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ബ്രഷ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. ബട്ടർ ബണ്ണായതുകൊണ്ടാണ് ഞാൻ ബട്ടർ തന്നെ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്, തടവാനും എല്ലാത്തിനും. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ മാവൊന്നും കൂടി സ്മൂത്തൻ ചെയ്തിട്ട് ഇതിൻ്റെ പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. ഓരോ ഉരുളയും എടുത്തിട്ട് വളരെ സോഫ്റ്റ് ടച്ചിലൂടെയാണ് നമ്മളിത് ഉരുട്ടിയെടുക്കേണ്ടത്. എന്നിട്ട് ഈ ട്രേയുടെ പുറത്തേക്ക് വെച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു അരമണിക്കൂർ കൂടി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാൻ ആ 4 ബോൾസും നന്നായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി കവർ ചെയ്ത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഈ മാവൊക്കെ ഒന്നുകൂടി പൊങ്ങി വരും. അതിന് ശേഷമാണ് നമ്മളിത് ബേക്ക് ചെയ്യാൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ മാവ് ഞാൻ മൂടി വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്.
ഇനി ഓരോ ബണ്ണിൻ്റെ പുറത്തും നമുക്ക് ഒന്ന് എഗ്ഗ് തടവി കൊടുക്കാം. എഗ്ഗ് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാം. അപ്പോൾ എഗ്ഗ് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാനിലോട്ടാണ് ഞാനിത് ബേക്ക് ചെയ്യാൻ വെക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് അവനിലും ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിതൊരു വലിയ പാനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു പാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ചൂടാണ്, നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് കവർ ചെയ്ത് ലോ ഫ്ലെയിമിൽ 25-30 മിനിറ്റ് അതിനുള്ളിൽ ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞ് 28 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 30 മിനിറ്റൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ തന്നെ 4 കൂടി വെച്ചതുകൊണ്ടാണ് എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് വളരെ സോഫ്റ്റായിട്ട് അത് അടർത്തിയെടുക്കാം. കുറച്ച് തണുത്തതിന് ശേഷം നമുക്കിത് വിടുവിച്ചെടുക്കാവുന്നതാണ്. കണ്ടോ, വളരെ സോഫ്റ്റായിട്ടുള്ള ബണ്ണാണ്. കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഫ്ലഫി ആയിട്ടാണ് ഇത് പൊങ്ങി ബേക്കായിരിക്കുന്നത്. കുറച്ചുകൂടി കൂടുതൽ സമയം വെച്ചാൽ ടോപ്പൊക്കെ കുറച്ചുകൂടി ഡാർക്കാവും. പക്ഷേ അപ്പോൾ ബണ്ണ് കുറച്ച് ഹാർഡാവും. കൂടുതൽ വേവിക്കും തോറും ഇത് ഹാർഡായി വരും. പക്ഷേ വേകാതിരിക്കാനും പാടില്ല. 28 മിനിറ്റ് 30 മിനിറ്റിനുള്ളിൽ ഇതെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഏകദേശം ഒരുവിധം തണുത്തിട്ടുണ്ട്. നമുക്ക് ടിന്നിൽ നിന്ന് എടുത്തിട്ട് ഇതൊന്ന് ബട്ടർ പേപ്പറിൽ നിന്ന് മാറ്റിയെടുക്കാം. അടർത്തി എടുത്തിട്ട് വളരെ സ്മൂത്തായിട്ട് അടർന്നു പോരും. വളരെ സോഫ്റ്റായിട്ടുള്ള ബട്ടർ ബണ്ണാണിത്. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. കണ്ടോ, വളരെ സോഫ്റ്റാണ്, പഞ്ഞ് പോലെ അരിഞ്ഞിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വളരെ യമ്മി ആയിട്ടുള്ള ബണ്ണാണിത്. ബട്ടർ ബണ്ണായതുകൊണ്ട് കുട്ടികൾക്ക് വളരെ ഹെൽത്തിയുമാണ്. അവരുടെ വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ് ബട്ടർ. അപ്പോൾ ഇതുപോലുള്ള ബണ്ണ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്നതിലും വളരെ ഈസിയായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ബണ്ണ് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.